നമുക്ക് ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ വിശേഷത്തില് ഹബി ആദർശിനെ നയനയും കാണാനായിട്ട് കമ്പനിയിലേക്ക് പോയതിനു ശേഷം നവ്യ ഇങ്ങനെ അല്ല ആലോചിക്കുകയാണ്. കാരണം ഇവിടെ താൻ ആധിപത്യം സ്ഥാപിക്കേണ്ടിയിരിക്കുന്നു, എങ്കിൽ മാത്രമേ തനിക്കൊരു പിടിച്ചുവയ്പുണ്ടാവുള്ളൂ. ആരുടെ മുന്നിൽ താൻ ഓച്ചാനിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയൊക്കെ വിചാരിച്ച് നവ്യ നേരെ ഹാളിലേക്ക് വന്നു. അവിടെ കയറി മുത്തശ്ശമ്മ ഇരിക്കാറുള്ള ആ കസേരയിലേക്ക് കയറി കാലൊക്കെ കയറ്റി വെച്ച് അങ്ങനെ രാജകീയമായിട്ട് ഇരിക്കുകയാണ്. ഇത്തിരി സമയം കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരുന്നത്. മുത്തശ്ശൻ ഈ കാഴ്ച കണ്ടു. മുത്തശ്ശനെ കണ്ടു ഒരു ബഹുമാനം പോലും കാണിക്കാതെ കാല് കയറ്റി വെച്ച് അങ്ങനെ നവ്യ ഇരിക്കുകയാണ്. അപ്പോഴേക്കുമാണ് ദേവേനി അങ്ങോട്ട് വരുന്നത്. ദേവേനി വന്നു കഴിഞ്ഞപ്പോൾ ദേവേനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. കാരണം മുത്തശ്ശൻ ഇത് കണ്ടുകൊണ്ട് വരുന്നതും കണ്ടു. ആ സമയത്ത് ദേവേനി പറഞ്ഞു, നവ്യെ നീ ഇതെന്തായി കാണിക്കണമെന്ന് ചോദിക്കുക. എന്താ എന്താ അമ്മായിന്ന് ചോദിക്കുകയാണ്. ദേ അച്ഛൻ വരുന്ന കണ്ടില്ല, എന്നിട്ട് അച്ഛന്റെ മുന്നിൽ ബഹുമാനം ഒന്നുമില്ല, നീ കാലൊക്കെ കയറ്റി വെച്ചിരിക്കുന്നേ. അതെ, എനിക്ക് കംഫർട്ടായിട്ട് ഇരിക്കുന്ന പോലെ കംഫർട്ടായിട്ട് എങ്ങനെയാണോ ഇരിക്കാൻ തോന്നുന്നത്, ഞാൻ അങ്ങനെയാ ഇരിക്കണേ. അതിപ്പോ കാല് കയറ്റി വെച്ചെന്നോർത്ത് എന്താ പ്രശ്നം ഇരിക്കുന്നേ? അതിനെന്തായാലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുക. ദേവേന് പറഞ്ഞു, ഇതൊക്കെ ശരിയാന്ന് തോന്നുന്നുണ്ടോ നവ്യ നിനക്ക് എന്ന് പറയണം. അപ്പോഴേക്കും നവ്യ അങ്ങോട്ട് എഴുന്നേറ്റു. പിന്നെ അമ്മായിയുടെ മോൻ ചെയ്യുന്നേ, അമ്മായിയുടെ മരുമോള് ചെയ്യുന്ന എല്ലാം അമ്മായിക്ക് ശരിയായിരിക്കും. ഞാൻ എന്തേലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് തെറ്റായിട്ട് തോന്നൂലേ? അതെ, എനിക്കും ഇവിടെ ഇതുപോലെയൊക്കെ അധികാരങ്ങളും അവകാശങ്ങളും ഒക്കെ ഉണ്ട്, അവരെ പോലൊക്കെ തന്നെ. ഈ കുടുംബം എന്റേതും കൂടെയാണ്. എന്നെ ഇങ്ങോട്ട് വെറുതെ വിളിച്ചോണ്ട് വന്നൊന്നുമല്ല. അബി താലി കെട്ടിക്കൊണ്ടുവന്ന ഞാൻ അബിയുടെ ഭാര്യയാണ്. അപ്പൊ അതിൻ്റെതായ അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ എനിക്കിവിടെ ഉണ്ട്. അപ്പോഴേക്കും ദേവേനി പറഞ്ഞു, അതിന് ഇല്ലെന്ന് ആരെങ്കിലും പറഞ്ഞോ നവിയെ? നിനക്ക് അധികാരം അവകാശമൊന്നും ഇല്ലെന്ന് പറഞ്ഞോ? അപ്പോഴേക്കും മുത്തശ്ശൻ വന്നിട്ട് പറഞ്ഞു, ദേവേനി നീ ഇനി കൂടുതൽ തർക്കിക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയണം, തർക്കിക്കാനൊന്നും പോകണ്ടെന്ന് പറയണം. അപ്പോഴേക്കും ദേവേനി പറഞ്ഞു, അച്ഛാ അത് ഞാന് അതെ, ചിലവരോട് ഇങ്ങനെയാ, നമ്മള് കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര പറഞ്ഞാലും അവരുടെ തലയിലേക്ക് കയറാൻ പോകുന്നില്ല. പിന്നീട് മുത്തശ്ശൻ പറഞ്ഞു, ഈ ലോകത്തിന്റെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ ഒരു പ്രദേശത്തിന്റെ ഏറ്റവും വലിയ ശത്രു ആരെന്നറിയാവോ? മനുഷ്യന്റെ മനസ്സിൽ കയറിക്കൊടുന്ന അനാവശ്യ തെറ്റിദ്ധാരണകളാണ്. ചിലരുടെയൊക്കെ മനസ്സിൽ അങ്ങനെ കുറച്ച് തെറ്റിദ്ധാരണകളൊക്കെ കടന്നു കൂടിയിട്ടുണ്ട്. അതുള്ളിടത്തോളം കാലം നമുക്ക് അതൊന്നും മാറ്റാനായിട്ട് പറ്റില്ല. അവര് ഇങ്ങനെ പല പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും. അത് കേട്ട നബി പറഞ്ഞു, ഓഹോ, അപ്പൊ എനിക്ക് ഈ കുടുംബത്തിലുള്ള എല്ലാവരും തെറ്റിദ്ധാരണ എന്നാണോ മുത്തശ്ശൻ പറയണേ? ഞാൻ ആരെയും തെറ്റിദ്ധരിച്ചിട്ടൊന്നുമില്ല. ദേവേനി പറഞ്ഞു, നവ്യെ നീ വെറുതെ കണ്ണടച്ച് ഇരുട്ടാക്കാണ്ട് ശ്രമിക്കണ്ട. കാരണം ഇന്നല്ലെങ്കിൽ നാളെ നീ സത്യങ്ങളൊക്കെ അറിയും. അപ്പൊ നീ ചെയ്യുന്നതിനൊക്കെ നീ പശ്ചാത്തപിക്കേണ്ടതായിട്ട് വരും. ഓ, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ വരത്തുള്ളൂ. ഒടുവില് ഇപ്പൊ തെറ്റ് ചെയ്യുന്ന ഞാനും അബിയൊക്കെ ആണെന്നാണല്ലോ എല്ലാരും പറയണേ. എത്ര വലിയ തെറ്റ് ചെയ്താലും അമ്മയുടെ മോനെ അങ്ങോട്ട് തലയെ കയറ്റി വെച്ചോണ്ടിരിക്കല്ലേ. അമ്മായി മാത്രല്ല, ഈ കുടുംബത്തില് എന്റെ അമ്മായിമ്മ അബിയൊക്കെ ഒഴിച്ച് ബാക്കി എല്ലാരും ഈ പറയുന്ന ആദർശാണ് തലയെ കയറ്റി വെച്ചോണ്ടിരിക്കുക. എത്ര വലിയ തെറ്റ് ചെയ്തിട്ടും അതൊന്നും തെറ്റായിട്ട് കണക്കാക്കുന്ന പോലും ഇല്ലാന്ന് പറയണം. ആ സമയം മുത്തശ്ശൻ പറഞ്ഞു, നവ്യെ നിനക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ലാത്തോണ്ടാ നീ ഇങ്ങനെ പറയണേ. ചിലരൊക്കെ ഉണ്ട് വലിയ വലിയ തെറ്റുകളൊക്കെ ചെയ്യും, എന്നിട്ടോ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് നടക്കും. ഒടുവില് എല്ലാവരുടെയും ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ട് നടക്കും. അയ്യോ എനിക്ക് അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്നൊക്കെ വിലപിച്ചോണ്ട് നടക്കും. അവര് കണ്ണടച്ച് ഇരുട്ടാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. വലിയ തെറ്റുകളൊക്കെ ചെയ്തിട്ടും അവരുടെ വിചാരം ആ തെറ്റുകളെ കുറിച്ചൊന്നും ആർക്കും അറിയത്തില്ല എന്നൊക്കെയാണ്. അതൊക്കെ അവരുടെ വെറും തെറ്റിദ്ധാരണ മാത്ര. നീ ഇപ്പൊ വേറെ ഏതോ ലോകത്താ നവ്യ, അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ. നീ ശരിക്കും യാഥാർത്ഥ്യബോധത്തിലേക്ക് വരാൻ നോക്ക്. ഈ കുടുംബത്തിന് അതിൻ്റെതായ ഒരു അന്തസ്സും പാരമ്പര്യവും ഒക്കെ ഉണ്ട്. നിനക്കറിയാലോ ഇപ്പൊ നീ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്താന്ന് നിനക്ക് തന്നെ ബോധ്യപ്പെടുന്ന ഒരു കാലം വരും. അല്ലെങ്കിൽ ഈ കുടുംബത്തിന് നിൽക്കാത്ത പല പ്രവൃത്തികളും ഇപ്പൊ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിന്നെയും കുഞ്ഞിനെ ഓർത്തും മാത്രമാണ് അതൊക്കെ ഞങ്ങൾ സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നത്. പക്ഷെ എപ്പോഴും അങ്ങനെ ഒരു ക്ഷമ എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന നീ കരുതണ്ട കേട്ടോ. സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒക്കെ ഒരു പരിധിയുണ്ട്. അതും പറഞ്ഞ് മുത്തശ്ശൻ അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്കും നവ്യക്ക് നല്ല ദേഷ്യം വന്നു. നവ്യ ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോവാണ്. ദേവേനിക്ക് നല്ല സങ്കടം തോന്നി. കാരണം ഇന്ന് വരെ ഇങ്ങനെയൊന്നും ഈ കുടുംബത്തിൽ ആരും ചെയ്തിട്ടില്ല. പക്ഷെ നവ്യയുടെ മനസ്സിലേക്ക് വിഷം കുത്തി നിറയ്ക്കുന്ന അബി ജലജയും കൂടെയാണ്. എത്ര പറഞ്ഞാലും അവരുടെ തലയിലേക്ക് കയറാനും പോകുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോ അങ്ങനെ അബി വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ മുറിയിലേക്ക് എന്ന് കഴിഞ്ഞിട്ട് നവ്യയുടെ കാര്യങ്ങളൊക്കെ പറയണം. നവ്യെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങള് എന്നെ അവര് വിളിപ്പിച്ച് എന്തിനാണെന്നറിയാവോ? ഞാനാണ് നിന്നെ പരസ്യത്തിൽ അഭിനയിക്കാൻ വിടുന്നതെന്നും പറഞ്ഞോണ്ട് നീ ഇനി പരസ്യത്തിൽ അഭിനയിക്കാൻ പോലെന്നൊക്കെ പറഞ്ഞോണ്ട് എന്നെ ശാസിച്ചു വിട്ടിരിക്കുക. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓഹോ അങ്ങനെയാണല്ലേ, അങ്ങനെയാണ് എനിക്ക് പണി കൊടുക്കണമല്ലോ. ഉറപ്പായിട്ട് ഞാൻ അഭിനയിക്കാൻ പോവുക തന്നെ ചെയ്യും. നവ്യെ നീ പോകുന്നതിനൊന്നും എനിക്ക് പരാതിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വിട്ടാന്ന് പറയരുത്. ഞാൻ അവരോട് പറയും ഞാൻ പറഞ്ഞുകൊണ്ടൊന്നും അല്ല നീ പോകുന്നേന്ന്.
ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ശരി അബി, ഞാൻ പോകേണ്ട കാര്യത്തിൽ ഞാൻ പോവുക തന്നെ ചെയ്യും. ഇനിയിപ്പോ മൂർത്തി ചൂലയുടെ ശത്രുക്കളാണെങ്കിലും കൊള്ളാം, മിത്രങ്ങളാണെങ്കിലും കൊള്ളാം, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. നിന്നോട് ഞാൻ പറഞ്ഞല്ലോ. അബി പറഞ്ഞു അങ്ങനെ തന്നെ വേണം. ആരുടെ മുന്നിൽ നീ തോറ്റു കൊടുക്കരുത്. നിനക്ക് ഫുൾ സപ്പോർട്ടായിട്ട് ഞാനും അമ്മയൊക്കെ കാണും. പക്ഷെ പരസ്യമായിട്ട് പറയുമ്പോ നിന്നെ ചിലപ്പോൾ ഞങ്ങൾ കുറ്റപ്പെടുത്തിയൊക്കെ പറയും. അതൊന്നും നീ കാര്യമായിട്ട് എടുക്കണ്ട. നമുക്കൊരു നല്ല ജീവിതം കിട്ടാൻ വേണ്ടല്ലേ. പിന്നീട് അബി പറഞ്ഞു നമുക്ക് കിട്ടാനുള്ളതൊക്കെ നമ്മൾ ചോദിച്ചു വാങ്ങുക തന്നെ ചെയ്യണം. അല്ലാതെ ഇവര് തരാൻ കൂട്ടാക്കുന്നില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, എനിക്കാണെങ്കിലും ആദർശനാണെങ്കിലും നല്ല പദവികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒന്നുമില്ലാത്ത നമ്മളാണ്. നമ്മളും മിണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. നവ്യ പറഞ്ഞു അതൊന്നും ഓർത്തിട്ട് അബി പേടിക്കണ്ട. എന്റെ മനസ്സിലും ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട്. ഒടുവില് സഹിയായിട്ട് ഇവരെന്താന്ന് വെച്ചാൽ ചെയ്തോളും. അതിനുള്ള വഴികളൊക്കെ ഞാനും കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയണം. പിന്നീട് ആദർശ് നയനയും കൂടെ സംസാരിക്കുന്ന സമയത്ത് ആദർശ് നയനോട് പറഞ്ഞു ഇപ്പൊ തന്നെ ഞാൻ ഗൾഫിലേക്ക് പോകാൻ കാരണം ഈ എം ജുവലറിയാണ്. കാരണം അവർ കുറെ ബ്രാഞ്ചൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അവര് നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കളാണ്. അപ്പൊ അവരാണ് ഇവിടെ ജ്വല്ലറിയൊക്കെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഗൾഫിൽ മാത്രമല്ല ഇവിടെ അവര് നമുക്ക് എതിരാളികളൊക്കെ തന്നെയാണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നവ്യ പരസ്യത്തിലൊക്കെ അഭിനയിക്കാൻ പോയിരിക്കുന്നത്. ഇത് കേട്ടപ്പം നയന പറഞ്ഞു എന്ത് ചെയ്യാ ആദർശേട്ടാ, പറയാല്ലേ നമുക്ക് പറ്റത്തുള്ളൂ. നവ്യേച്ചോട് എത്ര പറഞ്ഞാലും തലയിലേക്ക് കയറത്തില്ല. നിനക്കറിയാലോ, ഇനിയിപ്പം നമ്മള് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം പുതിയ പുതിയ മോഡലുകളും കാര്യങ്ങളൊക്കെ ഇറക്കേണ്ടതായിട്ട് വരും. അതിന് വേണ്ടിയിട്ട് പുതിയ പുതിയ ഡിസൈനുകളൊക്കെ നീ ഉണ്ടാക്കേണ്ടി വരും. ഇപ്പം നിനക്കാണെങ്കിൽ മേലാതിരിക്കുന്ന സമയമല്ലേ. ആ സമയത്ത് നിന്നെ അങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ശരിയല്ലോ. അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല ആദർശേട്ടാ, ഞാൻ ഇതൊക്കെ ചെയ്തോളാം. വേണ്ട, കാരണം ഈ രംഗത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മത്സരമുള്ള, പ്രത്യേകിച്ച് അവർ നമ്മളെ എതിരാളികളായിട്ട് ഇരിക്കുന്നതുകൊണ്ട് അവർ നല്ല നല്ല ഡിസൈനുകളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കും. അപ്പൊ അതിനേക്കാളും ഒരു പിടി മുന്നിൽ നിൽക്കുന്ന ഡിസൈൻ ആയിരിക്കും നമ്മൾ കൊണ്ടുവരുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് ഒന്നാമതെത്തി മുന്നേറാനായിട്ട് സാധിക്കുള്ളൂ. ഇതുവരെ അത് കാത്തു സൂക്ഷിക്കാൻ സാധിച്ചു. പക്ഷെ ഇനി മുന്നോട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. കാരണം അവര് പുതിയ ബ്രാഞ്ച് ഒക്കെ ഓപ്പൺ ചെയ്ത് നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പോരാത്തന്നെ ഇപ്പം നവ്യ അവരുടെ പരസ്യത്തിലെ മോഡലായിട്ട് അഭിനയിക്കാനും ചെന്നിട്ടുണ്ടല്ലോ. അതൊക്കെ നമ്മുടെ ജ്വല്ലറി ബാധിക്കുന്ന കാര്യങ്ങളാന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നയനയ്ക്കും ഭയങ്കര സങ്കടമായി. നയന പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഞാൻ നവ്യേച്ചോടൊന്ന് സംസാരിച്ചു നോക്കാം. നീ സംസാരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എത്ര പറഞ്ഞാലും നിന്റെ ചേച്ചിയുടെ തലയിലേക്ക് കയറാനും പോകുന്നില്ല. പിന്നെ കുറച്ച് കുറ്റപ്പെടുത്തലുകൾ മാത്രമായിരിക്കും ബാക്കി ഉണ്ടാകുന്നത്. ഇപ്പൊ ഞാൻ ഗൾഫിലേക്ക് പോകേണ്ട സാഹചര്യം വന്നിരിക്കുക. അവിടെ ചെല്ലുമ്പോൾ എന്തായി തീരുമെന്നും അറിയത്തില്ല. ആ സമയത്ത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ അനിയെ ഏൽപ്പിച്ചിരിക്കുന്നത്. അവൻ അത്ര പരിചയമില്ല, എങ്കിലും അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവൻ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ആ 2 ആഴ്ച കാലം ഞാൻ അവിടെ പോയി നിൽക്കുന്ന ആ സമയം വളരെ നിർണായകമായ സമയമാണ്. കാരണം ഇവിടെ ആ സമയത്ത് ഇനി ക്രിസ്മസും കാര്യങ്ങളൊക്കെ അല്ലേ വരാൻ പോകുന്നത്. ആ സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടാവേണ്ടായിരുന്നു. പക്ഷേങ്കിൽ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. അതിൻ്റെ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പം ജ്വല്ലറി ആണെങ്കിൽ നല്ല തിരക്ക് പിടിച്ച സമയങ്ങളൊക്കെ വരുന്നത്. കല്യാണ സീസണൊക്കെ അല്ലേ വരാനായിട്ട് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ജ്വല്ലറികൾ തമ്മിൽ പല മത്സരങ്ങളും ഉണ്ടാന്ന് പറയാം. നയന പറഞ്ഞു അതൊന്നും ഓർത്ത് ആദർശേട്ടൻ ഇപ്പൊ ടെൻഷൻ അടിക്കണ്ട. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് എല്ലാവരും ഉണ്ടല്ലോ. അതെല്ലാവരും ഭംഗിയായിട്ട് നിർവഹിച്ചോളും. ആദർശേട്ടൻ അവിടെ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഭംഗിക്ക് നോക്കിയിട്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് നയന അങ്ങനെ ആദർശൻ ധൈര്യം കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് വീണു വീട്ടിലേക്ക് വന്നു. അനാമയോട് കാര്യങ്ങളൊക്കെ പറയാണ്. ഇപ്പം അനന്തപുരിയില് നല്ല പ്രശ്നങ്ങൾ ഉടലെടുത്തോണ്ടിരിക്കുക. നവ്യ പരസ്യത്തിലൊക്കെ അഭിനയിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അതും അനന്തപുരി ജ്വല്ലറിയുടെ ഓപ്പോസിറ്റ് ആ എം ജ്വല്ലറിക്ക് വേണ്ടിയിട്ട്. അതൊക്കെ ഇട്ട് ഇനി പറയാൻ പറഞ്ഞു ആഹാ കൊള്ളാലോ, ഇത് നല്ലൊരു പിടിവാളിയാണല്ലോ അച്ഛന്ന് പറയണം. അതെ, അത് മാത്രമല്ല ആ സച്ചി പ്രതികാരം ചെയ്യാനായിട്ട് ഇറങ്ങി തിരിഞ്ഞ് കിടക്കുക. ഉറപ്പായിട്ടും ഈ തവണ അവരടിയാ പോയത് തന്നെയാ. പ്രത്യേകിച്ച് അവൻ നല്ല പണി കൊടുക്കുന്നുണ്ട് ആ ആദർശനിട്ട്. അതധികം വൈകാതെ നമുക്ക് അറിയാൻ പറ്റുമെന്ന് പറയണം. അനാമി പറഞ്ഞു ഒരു കാരണവശാലും ഈ പറയുന്ന നയനെ ആദർശിന് നല്ലൊരു ജീവിതം ഉണ്ടാകാൻ പാടില്ല. ആ നയനയുടെ വയറ്റിൽ കിടന്നത് കുഞ്ഞും കൂടെ പോണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുന്ന അച്ഛ. എന്റെ ജീവിതം താർത്ത അനന്തപുരിക്കാര് അവർക്കിട്ടുള്ള പണി കൊടുക്കുക തന്നെ വേണം. എന്റെ മോളെ നമ്മൾ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അത് അഭി കൊടുത്തോളും. പിന്നെ പോരാത്തന്നെ ആ സച്ചിയുണ്ട് നന്ദുവിനോട്ട് പണി കൊടുക്കാനായിട്ട്. അതുകൊണ്ട് നമ്മൾ ഇനി കാഴ്ചക്കാരെ പോലെ നോക്കി നിന്നാൽ മാത്രം മതി അച്ഛാ. എന്റെ അനിയുടെ ഡിവോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ മിക്കവാറും ആ നന്ദുവിനെ കെട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതിനു മുമ്പ് അത് എങ്ങനെയാലും വിലക്കണം. അതാണ് ഇനി എന്റെ അടുത്ത ലക്ഷ്യം എന്ന് പറയണ. നീ പേടിക്കേണ്ട മോളെ, അതൊന്നും സംഭവിക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ല. അതെന്താണ് സംഭവിക്കാനും പോകുന്നില്ല. നീ ധൈര്യമായിട്ട് ഇരിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണു ആശ്വസിപ്പിക്കുന്നുണ്ട് അനാമികനെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ഇനിയിപ്പൊ ആദർശ് ഗൾഫിലേക്ക് പോകാനായിട്ട് പോവാണ്. അപ്പം ആദർശിനെ അവിടെ ചെന്നാൽ കുരുക്കാനായിട്ട് ഗൾഫിൽ ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട്. ആദർശിന്റെ ഓരോ നീക്കങ്ങൾ നിരീക്ഷിച്ച് ആദർശിന് പണി കൊടുക്കാനായിട്ട്. അത് അബിയുടെ തന്ത്രമാണത്. പക്ഷെ എന്തൊക്കെ പണി എന്ന് പറഞ്ഞാലും
ആദർശമായിട്ടൊന്നും ഏക്കാനൊന്നും പോകുന്നില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.